ഇവിടെ ശ്രീ പി എം നിയാസ്, ഏതു വിധത്തിലാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശന് ഇത് വലിയ ദോഷവും ക്ഷീണവും ആഘാതവും തിരിച്ചടിയുമായത് എന്ന് വിശദീകരിക്കുകയാണ് ശ്രീ അനിൽകുമാർ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ താങ്കൾ സ്വാഭാവികമായും വരുമെന്നറിയാം. ഇനി പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കോടതി പരിഹസിക്കുകയാണ് എന്നത് തന്നെ മുഖവിലക്കെടുത്താൽ അത് തന്നെ കഷ്ടമല്ലേ? കേരളത്തിൻ്റെ ഹൈക്കോടതി ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ, UDF ചെയർമാനെ പരിഹസിച്ചു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന വിഷയത്തിൽ 22ഓളം എക്സിബിറ്റുകൾ അവതരിപ്പിച്ച് രേഖകൾ ഹാജരാക്കി മുതിർന്ന അഭിഭാഷകരെയൊക്കെ അണിനിരത്തി കോൺഗ്രസിൻ്റെ ലീഗൽ സംവിധാനങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ആളുകളുടെ ഒരു വിങ്ങിനെ തന്നെയൊക്കെ ഇതും നിരീക്ഷിക്കാൻ ഉറപ്പിച്ച് ഒരു നിയമ പോരാട്ടം നടത്തുമ്പോൾ ആദ്യ ദിവസം തന്നെ ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നില്ല. പകരം ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം അത് ഇടക്കാല ഉത്തരവായി വരുന്നു. അപ്പോൾ അത് പരിഹാസമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ അതും കഷ്ടമല്ലേ? നോക്കൂ, അനിൽകുമാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. കാരണം അനിൽകുമാർ അങ്ങനെ പറഞ്ഞ് ശീലമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ താങ്കൾ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ഒരു പൊതു താൽപ്പര്യ ഹർജി, ആ പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുന്നു. ആ പൊതു താൽപ്പര്യ ഹർജിയെ സംബന്ധിച്ച് കോടതി സർക്കാരിൻ്റെ അഭിപ്രായം കേൾക്കാൻ അല്ലെങ്കിൽ വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അതിനിടയിലുണ്ടായ ഒരു കമൻറ്റിനെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അനിൽകുമാർ കോടതിയിൽ ഇങ്ങനെ പറയുന്ന കമൻറ്റുകൾ എല്ലാം ആർക്കെതിരെയാണോ പറഞ്ഞത് അത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം അത് പറയണം. എന്നാൽ ഞാനും അത് 100% സന്തോഷത്തോടെ അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയാം. സർക്കാർ ഈ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞ വാക്കാലുള്ള കമൻറ്റുകൾ ഏതെല്ലാം കാര്യത്തിലാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്യാമറയെക്കുറിച്ച് കോടതി പറഞ്ഞ കമൻ്റ് എന്താ? കോടതി എഴുതി തന്ന തീരുമാനം എന്താണ്? അതിലെന്താണ് പറഞ്ഞത്? നാട്ടുകാരിൽ നിന്നും പണം പിരിക്കാൻ പാടില്ല പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അതിൽ അഴിമതി ഉണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു പറഞ്ഞല്ലോ. കോവിഡ് കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വിവരശേഖരണം നടത്തി ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കാൻ പോയപ്പോൾ സർക്കാർ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഈ IT വിദഗ്ധനായ ശിവശങ്കരനെ മുൻനിർത്തി നടത്തിയിരിക്കുന്ന നാടകം അന്ന് കോടതി എന്താണ് പറഞ്ഞത്? കോടതി അത് തീർത്തും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല കരാർ റദ്ദാക്കണമെന്ന് പറഞ്ഞു. റദ്ദാക്കിയല്ലോ. അപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത്? അതൊന്നും സർക്കാരിനെതിരെ പറഞ്ഞതല്ല. ഓക്കെ, അതായത് ആർക്കെതിരെയാണോ കോടതി പറഞ്ഞത് അതിൽ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ നടന്ന ക്യാമറ. ക്യാമറയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോടതിയിൽ പോയി. കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ പറഞ്ഞത്. പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനിൽകുമാറിൻ്റെ പാർട്ടി, അനിൽകുമാർ തന്നെ നേരിട്ട്, ഞാനും അനിൽകുമാറിൻ്റെ ചർച്ചയിൽ പങ്കെടുത്താന്നതിൻ്റെ ഓർമ്മ. അന്ന് അനിൽകുമാർ പറഞ്ഞത് എന്താ? അതൊന്നും കോടതി വാക്കാൽ പറയുന്നുള്ള അന്തിമ റിപ്പോർട്ടിൽ വരാനിരിക്കുന്നു. ഇത് കേസ് തള്ളിയോ അനിൽകുമാറെ? തള്ളിയില്ലല്ലോ. തള്ളുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തള്ളിക്കൊണ്ട് നൽകിയ ഉത്തരവാണെങ്കിൽ ഓക്കെ. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ ആണോ എന്ന് അദ്ദേഹം സംശയം പറഞ്ഞു. അനിൽകുമാറെ, സംശയം വേണ്ട, ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ്. കോടതിയുടെ ഫൈനൽ ഉത്തരവ് വരട്ടെ. ആ ഉത്തരവിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ലെങ്കിൽ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് പുറത്ത് വരട്ടെ. അനിൽകുമാർ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ അങ്ങ് ഇപ്പോൾ K-Phone കുറിച്ച് വലിയ അതിലേക്ക് പോകുന്നതിന് മുമ്പ് K-Phoneലേക്ക് താങ്കൾ വരണം. പക്ഷേ ഇത് വാക്കാൽ പരാമർശത്തോടൊപ്പം ശ്രീനിയാസ്, ഇടക്കാല ഉത്തരവും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇടക്കാല ഉത്തരവിലെ പരാമർശങ്ങൾ എങ്ങനെ വളരെ പ്രകടമായി തന്നെ പ്രതിപക്ഷ നേതാവിന് ദോഷകരവും തിരിച്ചടിയുമാണ്. ഇടക്കാല ഉത്തരവുണ്ട്. വാക്കാൽ പരാമർശത്തിലാണ് താങ്കൾ ശ്രദ്ധയൂന്നിയത്. അത് അവിടെ നിൽക്കട്ടെ. അത് താങ്കൾ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതേ അല്ല താങ്കൾ പല കേസുകളിൽ താങ്കളുടേതായ വാദം മുന്നോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞത് ഇടക്കാല ഉത്തരവുണ്ടായല്ലോ. ഇടക്കാല ഉത്തരവിൽ സ്പെസിഫിക് നിർദ്ദേശം പ്രതിപക്ഷ നേതാവെന്ന ഹർജിക്കാരന് കൊടുത്തല്ലോ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹർജിക്കാരൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയാൻ, അദ്ദേഹത്തിൻ്റെ ഹർജിയിലെ ഒരു പാരഗ്രാഫ് ഒഴിവാക്കിക്കൊണ്ടുവരാൻ, വന്നില്ലെങ്കിൽ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ അപ്പോൾ കാണാം എന്ന നിലയിലേക്ക് അല്പം കടുപ്പിച്ച് ഇടക്കാല ഉത്തരവ് എഴുതുന്നതിലേക്ക് കോടതി പോയില്ലേ? അത് ദോഷമാണോ? എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങളിപ്പോഴും പറയുന്നു, സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന്, നിയമം കൊണ്ടുവന്ന് ഈ വ്യവസ്ഥയെ പൂർണ്ണമായും അതൊരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് പോലും അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് എടുക്കാവുന്ന
എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. അല്ല ആയിക്കോട്ടെ, എന്താണ് വിഷയം? ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. അങ്ങ് ചോദിച്ചു, വീണ്ടും അങ്ങ് മറുപടി പറയല്ല. അല്ല പിന്നെ അങ്ങ് അനിൽകുമാറോട് ചോദിച്ചോ, അങ്ങ് സമാധാനപ്പെട്ടോ? എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഏത് കാര്യത്തിലാണ് കോടതി പറഞ്ഞത്? അല്ല കേക്ക്, എനിക്കൊരു ശോഭമില്ല. ഞാൻ ഇന്ന് വരുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങേക്ക് ശോഭം കൂടും. കാരണം അങ്ങ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ അങ്ങേക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സൃഷ്ടിച്ചെടുക്കുന്ന കഥയാണോ? അങ്ങനെയൊന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ വാചകങ്ങൾ പ്രതിപക്ഷ നേതാവിന് തിരിച്ചടിയാണോ? വളരെ ലളിതവും നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പമാണ്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, വാക്കാലുള്ള ഉത്തരവ് എന്തിന്റെ പേരിലാണ്? ഏറ്റവും പോട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു. ഉത്തരവുണ്ട്, എന്തിന്റെ പേരില? എന്തായിരുന്നു അതിലെ കാരണം? ഒരു അന്വേഷണ ഏജൻസിയെ ഒരു ക്ലോസിംഗ് ജുഡീഷ്യൽ എൻക്വയറി ഫോറത്തെ എതിരായി ഒരു പരാമർശം നടത്തി. അത് ശരിയല്ലേ? അപ്പോ അവിടെ പോയിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രിക്കെതിരെ ഒരു മിനിറ്റ്, മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് വിധി വന്നാൽ ആ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അത് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാം. അതിൻ്റെ അർത്ഥം എന്താ പറയുക, കടിക്കുന്ന പട്ടിയെ വാങ്ങി അദ്ദേഹത്തിൻ്റെ നാവും എല്ലാം മൂടിക്കെട്ടിയാൽ പിന്നെ എന്ത് കാര്യമുള്ളത്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയ വേദികളിലും അത് പറയാം. കോടതിയിൽ പോയി 58ാമത്തെ പാരഗ്രാഫിൽ താങ്കൾ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് ഹർജിക്കാരനായി ഇത് എഴുതി വെച്ചു. ചാനൽ ചർച്ചകളിൽ താങ്കൾ വാദിക്കുന്ന ഈ വിഷയത്തെ കോടതി അംഗീകരിച്ചില്ല, ബേസ്ലെസ് ആണ്, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പെരുമാറരുത്, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ പാരഗ്രാഫ് നീക്കം ചെയ്യണം എന്നാണ് ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടത്. അത് പാരഗ്രാഫിൽ എന്തിനെ കുറിച്ച് പരാതിക്കാരൻ പറഞ്ഞതിനാ? അത് പറ. എന്തിന്റെ പരാതിയെ കുറിച്ച് പറഞ്ഞതിനാ? കുറിച്ചാണോ പറഞ്ഞത്? അല്ലല്ലോ. എന്താണ് ലോകായുക്തക്കെതിരെ ഞാനും അതാ പറയുന്നത്. ലോകായുക്തക്കെതിരെ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പുരപ്പുറത്ത് കയറി പറയും. ഹൈക്കോടതിയിൽ മാത്രമല്ല, ലോകായുക്തയെ കയ്യും കാലും കെട്ടി നിങ്ങൾ ഗളച്ചത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ നിങ്ങളുടെ സർക്കാർ, പിണറായിയുടെ സർക്കാർ, അപ്പോ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയോ? കോടതി ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് നിയാസിന് അറിയോ? കോടതി പറഞ്ഞത് ദ പെറ്റീഷണർ ഹാസ് മെയ്ഡ് ഇറാഷണൽ ആൻഡ് അൺവാണ്ടഡ് കമന്റ്സ് അഗൈൻസ്റ്റ് ലോകായുക്ത. We will not permit the petitioner to carry the allegation raised in the above paragraph. അതിനാണ് മലയാളത്തിൽ തിരിച്ചടി എന്ന് പറയുന്നത്. പെർമിറ്റ് ചെയ്യേണ്ട. ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ അത് പുറപ്പുറത്ത് കയറി പറയും. ലോകായുക്തയെ കൊന്നവർ പിണറായി വിജയനാണ്. നമുക്ക് രാഷ്ട്രീയ യോഗത്തിൽ പറയാം, പുറപ്പുറത്ത് കയറി ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്തോളൂ. പക്ഷെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് കോടതിയിൽ ഏശിയില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. കെട്ടി നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് എതിർപ്പില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തു, കോടതി അത് തൂക്കിയെടുത്ത് കളഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു കാര്യം പറയും, ആ പോയിന്റിൽ താങ്കൾ വരുന്നില്ല. താങ്കൾ രാഷ്ട്രീയ വിശദീകരണം നടത്തിയുള്ള കാര്യമുണ്ടോ? പറഞ്ഞോ നിയാസ്, രാഷ്ട്രീയ വിശദീകരണത്തിനപ്പുറം ഒരു ജഡ്ജ്മെന്റ്, ഒരു ഓർഡർ ഉണ്ട്. ചോദ്യം ചോദിക്കാം, അതിലെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. മറുപടി പറയാൻ എനിക്ക് അവസരം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഉറപ്പായി നമ്മൾ തമ്മിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇടപെടുന്നില്ല. വിരോധമില്ല. എനിക്ക് വിരോധമില്ല. നീ അനിൽകുമാരോട് തന്നെ ചോദിച്ചോ. ഞാൻ ഇവിടെ നിങ്ങളാണ് ഡിഫെൻസീവ് നിൽക്കുന്നത്, നിങ്ങളാണ് മറുപടി പറയേണ്ട ആളുകൾ. ക്ഷണിച്ചു വന്നതല്ലേ? അതെ, പ്രതിരോധത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ചോദ്യം താങ്കളിലേക്ക് വരും. ശ്രീനിയാസ്, പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദ്യം വരില്ലേ? ആ പാരഗ്രാഫ് നീക്കം ചെയ്യാൻ കോടതി പറഞ്ഞത് ക്ഷീണമല്ലേ, തിരിച്ചടിയല്ലേ? ഇത്രേ ഞാൻ ചോദിച്ചുള്ളൂ. ഇടക്കാല ഉത്തരവ് തിരിച്ചടിയല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ലോകായുക്തയെ കൊന്നവർ കയ്യും കാലും കെട്ടി ഗളച്ഛേദം ചെയ്ത് ഒന്നുമല്ലാതാക്കിയപ്പോ അത് ഞങ്ങൾ കോടതിയിൽ പറയും. ഞങ്ങൾ താങ്കളുടെ ചാനലിൽ പറയും. ഞങ്ങൾ പുറപ്പുറത്ത് കയറി പറയും. എന്നിട്ട് അവിടെ പോയി പറയണമെന്ന് പറഞ്ഞാൽ അത് അങ്ങ് അവിടെ പറഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിലായോ? അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കെ ഫോണിനെ കുറിച്ചാണല്ലോ നിങ്ങളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രാജ്യത്തെ 1000 കോടി രൂപയുടെ ടെൻഡർ ഇല്ലാതെ എങ്ങനെ 1500 കോടിയാക്കി? അത് ആരാണാക്കിയത്? ശിവശങ്കരൻ. കമ്പനികൾ കമ്പനിയിലുള്ള
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പൻ ഉൾക്കൊള്ളുന്ന പ്രസാദിയോ കമ്പനി, SRIT കമ്പനി, ഈ 2 കമ്പനിയുമാണ് AI കമ്പനിയിലെ കറക്ക് കമ്പനി. ഇതൊന്നും കോടതിയിൽ വാദിച്ച് തെളിയിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാതെ ഇവിടെ വാദിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ CAG റിപ്പോർട്ട് ഞാൻ പറഞ്ഞോട്ടെ. CAG റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? ഇതിൽ അഴിമതി ഉണ്ട്. എന്താ പറയാൻ കാരണം? KSEB അതിലൊരു പെശകുണ്ട്. രേഖകൾ അത് പരിശോധിച്ചപ്പോ ഗുരുതരമായ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? 2 കമ്പികളെ ഹർജിക്കാരനായ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ഇതൊന്നും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അതെന്ത് പറ്റി? ഞാനൊരു കാര്യം പറയട്ടെ. ഇത് പ്രാഥമിക തെളിവെടുപ്പാണ്. ഞാൻ അഭിഭാഷകനാണ്, അനിൽകുമാർ അഭിഭാഷകനാണ്.